സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനാണ് ഇന്ന് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. 3 ബില്ലുകൾ. ഒന്ന് ഭരണഘടനാ ഭേദഗതി ബില്ല്, കേന്ദ്ര ഭരണപ്രദേശ നിയമ ഭേദഗതി ബില്ല്, അതുപോലെ തന്നെ ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ല്. ഇത് മൂന്നും അമിത്ഷാ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നടുത്തളത്തിലേക്ക് ഒന്നടങ്കം പ്രതിപക്ഷം ഇറങ്ങിയിരുന്നു. വലിയ രീതിയിൽ ആ ബില്ലുകളെല്ലാം തന്നെ വലിച്ചു കീറിയറിയുന്ന ദൃശ്യങ്ങളാണ്, പ്രതിഷേധമാണ് ഇന്ന് രംഗത്തെത്തിയത് കാണാൻ സാധിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി വാച്ച് ആൻഡ് വാർഡ് ഇറങ്ങുന്നു. രണ്ടാം ഘട്ടത്തിൽ, അതായത് 3 മണിക്ക് സഭ ചേർന്ന സമയത്ത് പ്രതിപക്ഷം അടക്കം, കോൺഗ്രസ് അടക്കം നടുത്തളത്തിൽ ഇറങ്ങിയ സമയത്ത് അവിടെ മാർഷൽമാരും 50ലധികം മാർഷൽമാരെയാണ് അവിടെ വിന്യസിച്ചത്. അതായത് ഒരുപക്ഷെ ഒരു കയ്യേറ്റം ഉണ്ടാകും എന്നുള്ള ഒരു ഭയം, ആ ഒരു ഭീഷണി നിലനിന്നിരുന്നു ലോക്സഭയ്ക്ക് അകത്ത് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. അമിത്ഷാ സാധാരണഗതിയിൽ മുൻവരിയിൽ ഇരിക്കേണ്ട അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം പോലും 3ാമത്തെ വരിയിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥ കൂടിയാണ് എന്തായാലും ലോക്സഭയിൽ ഇന്നുണ്ടായത്. ഈ പ്രതിഷേധവും അതുപോലെ തന്നെ ഉന്തും തള്ളിനും ഇടയിൽ തന്നെ TMCയുടെ ഒരു MP മിതാലി ബേഗിൻ്റെ കൈ മുറിഞ്ഞതായിട്ടുള്ള ആരോപണമുണ്ടായി. അതിൽ പരാതി നൽകാൻ എന്തായാലും MP മാർ തീരുമാനിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ ബില്ലുകളെ സംബന്ധിച്ച് അത് കാടത്ത ബില്ലാണെന്നുള്ള കാര്യം KC വേണുഗോപാൽ പറയുന്നുണ്ട്. മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന ബില്ല്, അതിൽ തന്നെ പ്രധാനമന്ത്രിയുടെയൊക്കെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം തന്നെ പരിഹാസ്യമാണെന്നുള്ള ഒരു പ്രതികരണം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നുണ്ട്. JPCക്ക് വിട്ടിരിക്കുന്നു. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പക്ഷേ ശക്തമായിട്ട് തന്നെ JPCയിലും ആ കമ്മിറ്റിയിലും പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പാർലമെന്റിന് മുന്നിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.